Hi dear students, welcome to Innovations Online Classes. Workshop Instructor or Demonstrator in Electronics and Communication എന്ന പോസ്റ്റിലേക്ക് കേരള PSC നടത്തിയ കാറ്റഗറി നമ്പർ 679/2022 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. First question, an ideal operational amplifier does not have option A infinite voltage gain, option B infinite input impedance, option C infinite output impedance, option D infinite bandwidth. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചതാണ് ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓർ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓർ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് 0 ആണ്. ഒരു ഐഡിയൽ ഒപ്പാമ്പിൻ്റെ വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റിയാണ്, ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റിയാണ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇൻഫിനിറ്റിയാണ്, സ്ലൂ റേറ്റ് ഇൻഫിനിറ്റിയാണ്. ഒരു ഐഡിയൽ ഒപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് 0 ആണ്, പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ 0 ആണ്, ഇൻപുട്ട് ബയാസ് കറണ്ട് 0 ആണ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് 0 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഡസ് നോട്ട് ഹാവ് എന്നാണ്. ഓപ്ഷൻ എ ഇൻഫൈനൈറ്റ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയാണ് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തത് ഓപ്ഷൻ ബി ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആണ്. ദെൻ ഓപ്ഷൻ സി ഇൻഫൈനൈറ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് അല്ല, അതെന്താണ് 0 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ ഓപ്ഷൻ ഡി എടുത്തു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത് എന്താണ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരെ ഓപ്ഷൻ സി ആണ്. ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഡസ് നോട്ട് ഹാവ് ഇൻഫൈനൈറ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രക്ഷൻ MOVC A, at A plus DPTR denotes an 8051 instruction in option A register addressing mode, option B direct addressing mode, option C register indirect addressing mode, option D indexed addressing mode. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് MOVC A, at A plus DPTR. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യനും തന്നെയാണ് ദ ഇൻസ്ട്രക്ഷൻ MOVC A, at A plus DPTR. അപ്പോൾ ഇത് ഏത് അഡ്രസ്സിംഗ് മോഡിലാണ് വരുന്നത്? ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, the common collector current gain gamma of a bipolar junction transistor is 10. The value of its common base current gain alpha will be option A 9, option B 10, option C 0.9, option D none of the above. നമ്മൾ ട്രാൻസിസ്റ്ററിലെ ആൽഫ ബീറ്റ ഗാമ പഠിച്ചിട്ടുണ്ട്. ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ, ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ, ഗാമയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഗാമ തന്നിട്ടുണ്ട്. ഗാമ ഈസ് ഈക്വൽ ടു 10 ആണ്. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ആൽഫയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൽഫ എത്രയാണ്? നമ്മൾ ആൽഫയും ഗാമയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചതാണ്. ഗാമ ഈസ് ഈക്വൽ ടു 1/1 മൈനസ് ആൽഫ അല്ലേ? അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആൽഫ സീക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആൽഫ സീക്വൽ ടു നമുക്ക് ഗാമ -1 ഗാമ എന്ന് എഴുതാം. അപ്പോൾ ഗാമ തന്നിട്ടുണ്ട് 10 ആണ്. അപ്പോൾ 10 - 1/10. അപ്പോൾ 10 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 9 ആണ്. 9/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.9 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, which of the following not related to the specification of capacitor? Option A the value, option B power rating, option C tolerance, option D temperature coefficient. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കപ്പാസിറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഏതൊക്കെയാണ്? വാല്യൂ ഓഫ് കപ്പാസിറ്റർ, വർക്കിംഗ് വോൾട്ടേജ് റേറ്റിംഗ്, ടോളറൻസ്, ലീക്കേജ് കറണ്ട്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഇവിടെ വാല്യൂ സ്പെസിഫിക്കേഷനാണ്, ടോളറൻസ് സ്പെസിഫിക്കേഷനാണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് സ്പെസിഫിക്കേഷനാണ്. സ്പെസിഫിക്കേഷൻ അല്ലാത്തത് നോട്ട് റിലേറ്റഡ് ടു ദ സ്പെസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് പവർ റേറ്റിംഗ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, the figure below shows the circuit diagram of option A
അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഓപ്ഷൻ ബി മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഓപ്ഷൻ സി ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഓപ്ഷൻ ഡി വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. അപ്പോൾ 555 യൂസ് ചെയ്തിട്ട് നമ്മൾ മെയിനായിട്ട് 3 സർക്യൂട്ടുകളാണ്, 3 മൾട്ടി വൈബ്രേറ്ററാണ് പഠിച്ചിട്ടുള്ളത്. അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം കാണുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ട്രിഗർ ഇൻപുട്ട് അല്ലേ. അസ്റ്റേബിളിന് എന്തില്ല, ഇൻപുട്ട് ഇല്ല, അപ്പോൾ അത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അല്ല. ഇനി ബൈസ്റ്റേബിൾ ആണെങ്കിൽ അവിടെ 2 ഇൻപുട്ട് ഉണ്ടാവും, സെറ്റ് റീസെറ്റ്, അപ്പോൾ ഇത് ബൈസ്റ്റേബിളും അല്ല. ഇനി ഈ ഒരു സർക്യൂട്ട് നമുക്കറിയാം, ഇവിടെ ട്രിഗർ പൾസ് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ 7ഉം 6ഉം ഷോർട്ട് ചെയ്തിട്ട് ഇതിനെ കപ്പാസിറ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ പഠിച്ചതാണ്. ഇതെന്താണ്, മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഇപ്പോൾ നമ്മൾ ട്രിഗർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ട്രിഗർ പൾസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, കുറച്ച് സമയത്തേക്ക് ആ സ്റ്റേറ്റ് ഒന്ന് മാറും. ഇതിനെയാണ് നമ്മൾ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു പൾസിൻ്റെ ആ ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂസ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് 1.1 RC ആണ്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആണ് സർക്യൂട്ട് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് അറ്റ് റെസൊണൻറ്റ് ഫ്രീക്വൻസി ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ. ഓപ്ഷൻ എ 180 degree out of phase, option B 90 degree out of phase, option C 45 degree out of phase, option D in phase. നമുക്കറിയാം റെസൊണൻസിൽ അറ്റ് റെസൊണൻസ് എന്താണ്, XL ഈസ് ഈക്വൽ ടു XC ആണ്. നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും എഫക്റ്റ് റെസൊണൻറ്റ് ഫ്രീക്വൻസിയിൽ ക്യാൻസൽ ചെയ്തു പോകും. സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്യുവർലി റെസിസ്റ്റീവ് ആയിരിക്കും. ക്ലാസ്സിൽ പറഞ്ഞതാണ്, അറ്റ് റെസൊണൻസ് ദ സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. ഒരു റെസിസ്റ്ററുള്ള സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും എങ്ങനെയാണ്, ഒരേ ഫേസിലാണ്. റെസിസ്റ്റർ മാത്രമാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലാണ്, ഇൻ ഫേസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, a resistor with the 4-band color code of brown, black, red, its range of values is option A 9.8 to 10.2 ohm, option B 8 ohm to 12 ohm, option C 98 ohm to 102 ohm, option D 10 ohm to 12 ohm. അപ്പോൾ 4-band കളർ കോഡാണ്. 4-band കളർ കോഡിൽ നമുക്കറിയാം ആദ്യത്തെ 2 കളർ എന്താണ്, ഡിജിറ്റാണ്. 3ാമത്തേത് മൾട്ടിപ്ലയർ ആണ്. 4ാമത്തേത് ടോളറൻസ് ആണ്. ടോളറൻസിൽ സാധാരണ വരാറുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗോൾഡും സിൽവറുമാണ് അല്ലേ. പക്ഷേ നമ്മളവിടെ കളർ ബാൻഡ് ടേബിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഗോൾഡും സിൽവറും അല്ലാതെ ആരൊക്കെ വരാം, ബ്രൗണ് വരാം, റെഡ് വരാം ടോളറൻസിൻ്റെ സ്ഥാനത്ത്, അതേപോലെ ഗ്രീന് വരാം, ബ്ലൂ വരാം, വയലറ്റ് വരാം. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്തുള്ള ടോളറൻസ് വാല്യൂസ് നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ റെഡ് ആവുന്ന സമയത്ത് +or-2% ആണ്. അപ്പോൾ ഇവിടെ റെഡാണ് തന്നിട്ടുള്ളത്, ടോളറൻസ് ബാൻഡായിട്ട് റെഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ബ്രൗൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡിജിറ്റ് 1 ആണ്, ബ്ലാക്ക് 0 ആണ്. അപ്പോൾ ഫസ്റ്റ് 2 ഡിജിറ്റ് എഴുതി. ഇനി അടുത്തത് മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയർ ബ്ലാക്ക് വരുമ്പോൾ 10⁻⁴ ആണ്. +or- നമ്മൾ പറഞ്ഞു റെഡ് ആണെങ്കിൽ +or-2% ആണ് വരിക, 2%. അപ്പോൾ 10⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ വാല്യൂ വരിക എത്രയാണ്, 10 ohm +or-2% ആണ്. അപ്പോൾ ഇവിടെ വാല്യൂ അല്ല, അതിൻ്റെ റേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാല്യൂ ടു മാക്സിമം വാല്യൂ. അപ്പോൾ 10 ohm +or-2% എന്ന് പറഞ്ഞാൽ എന്താണ്, ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പെർസെൻറ്റേജ് ഡീവിയേഷൻ ഫ്രം ദി റേറ്റഡ് വാല്യൂ. അപ്പോൾ ഇവിടെ എത്രയാണ് ഡീവിയേഷൻ വരുന്നത്, +or-2% ആണ്. അപ്പോൾ നമ്മൾ എന്ത് കാണണം, 2% ഓഫ് 10, 10ൻ്റെ 2% കാണണം. അത് വളരെ ഈസിയാണ്. എന്താണ്, 10 × 2/100 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.2 എന്ന് കിട്ടും അല്ലേ. 0യും 0യും ക്യാൻസൽ ചെയ്ത് 2/10 0.2. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റെസിസ്റ്ററിന് വരാവുന്ന മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ohm എന്ന് 2% കുറയാം അല്ലേ. +or- എന്ന് പറഞ്ഞാൽ കൂടാനും കുറയാനും. അപ്പോൾ കുറയുന്നത് എത്രയാണ്, 2%ആണ്. അപ്പോൾ 10 - 0.2, 10 - 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 9.8 ohm ആണ്. ഇനി റെസിസ്റ്ററിന് വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 + 0.2 ആണ്. 10 + 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
10.2 ഓം ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ, 9.8 to 10.2 ഓം. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, the number of D flip-flops required to implement a mode 6 Johnson counter is option A 6, option B 3, option C 12, option D none of the above. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജോൺസൺ കൗണ്ടർ ഓർ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, n bit Johnson counter has 2n states. n bit Johnson counter has 2n states. n bit ജോൺസൺ കൗണ്ടറിന് 2n സ്റ്റേറ്റ്സ് ആണുള്ളത്, 2n സ്റ്റേറ്റ്സ്. ഇവിടെ പറയുന്നുണ്ട് മോഡ് 6 ആണ്. മോഡ് 6 എന്ന് പറയുമ്പോൾ എത്ര സ്റ്റേറ്റ് ആണ്? 6 സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ 6 സ്റ്റേറ്റ് ആണ്. 6 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ 2 into 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 2 into 3. അപ്പോൾ നമുക്കിവിടുന്ന് വളരെ ക്ലിയർ ആണ് എത്ര ബിറ്റാണ്? 3 ബിറ്റാണ്. അപ്പോൾ 3 ബിറ്റ് ജോൺസൺ കൗണ്ടറിനാണ് 6 സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ 3 ബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിറ്റിന് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, ഒരു ബിറ്റിന് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ഇവിടെ 3 ബിറ്റിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും? 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോളറൈസ്ഡ് കപ്പാസിറ്റർ, മൈക്ക, സെറാമിക്, ഇലക്ട്രോലിറ്റിക്, പേപ്പർ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കപ്പാസിറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ. കപ്പാസിറ്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് കപ്പാസിറ്ററും വേരിയബിൾ കപ്പാസിറ്ററും. അതിൽ ഫിക്സഡ് കപ്പാസിറ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റർ ഉണ്ട്, ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്ററിനെ നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്നും ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിനെ പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്നാണ് പറയുക. ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ അലുമിനിയം ടൈപ്പും ഉണ്ട്, ടാൻഡാലും ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഏതാണ് ചോദിക്കുന്നത്? പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് 10ാമത്തെ ക്വസ്റ്റ്യൻ, the upper cutoff frequency of an RC coupled amplifier is mainly due to option A emitter bypass capacitor, option B coupling capacitor at the input side, option C coupling capacitor at the load side, ഓപ്ഷൻ ഡി ഇന്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്. നമ്മൾ RC coupled ആംപ്ലിഫയർ അല്ലെങ്കിൽ CE ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഒരു CE ആംപ്ലിഫയറിൻ്റെ അതേപോലെ RC coupled ആംപ്ലിഫയറിൻ്റെ ഒക്കെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഇങ്ങനെയാണ് വരിക. ഇവിടെ വളരെ ക്ലിയർ ആണ്, ലോവർ ഫ്രീക്വൻസീസിൽ ഗെയിൻ കുറയുന്നുണ്ട്, ഹയർ ഫ്രീക്വൻസീസിലും ഗെയിൻ കുറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗെയിൻ കുറയാനുള്ള കാരണക്കാരാണ്? കപ്പാസിറ്റേഴ്സാണ്. ലോവർ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള കാരണക്കാർ ആരൊക്കെയാണ്? CC1, CC2, CE ആണ്. CC1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, CC2 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, CE എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് കപ്പാസിറ്റർ. ഇനി ഹയർ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയുന്നത് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് എഫക്റ്റ് കാരണമാണ്. ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മില്ലർ കപ്പാസിറ്റൻസ്, ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്, ഷണ്ട് സ്റ്റേ കപ്പാസിറ്റൻസ്. അപ്പോൾ ഇവിടെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി തീരുമാനിക്കുന്നത് എക്സ്റ്റേണൽ കപ്പാസിറ്റേഴ്സും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി തീരുമാനിക്കുന്നത് ഇൻറ്റേർണൽ കപ്പാസിറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് അല്ലെങ്കിൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഇൻറ്റേർണൽ കപ്പാസിറ്റേഴ്സാണ്. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ കപ്പാസിറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഇൻറ്റേർണൽ കപ്പാസിറ്റേഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റേർണൽ കപ്പാസിറ്റർ ഇവിടെ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് ആണ് അല്ലേ. ഇപ്പോൾ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ CE, കപ്ലിംഗ് കപ്പാസിറ്റർ അറ്റ് ദ ഇൻപുട്ട് സൈഡ് CC1, കപ്ലിംഗ് കപ്പാസിറ്റർ അറ്റ് ലോഡ് സൈഡ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് CC2. അപ്പോൾ ഇതെല്ലാം എന്താണ്? ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്, FL ആണ്. അപ്പോൾ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി തീരുമാനിക്കുന്ന ആരാണ്? ഇൻറ്റേർണൽ കപ്പാസിറ്റേഴ്സ് ആണ്. ഇൻറ്റേർണൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതാണ് ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്, ഷണ്ട് സ്റ്റേ കപ്പാസിറ്റൻസ്, മില്ലർ കപ്പാസിറ്റൻസ്, ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ without emitter bypass capacitor has the following parameters: RL is equal to 100 kilo ohm, RE is equal to 10 kilo ohm, HFE is equal to 100, its voltage gain is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ CE ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷനാണിത്. വോൾട്ടേജ് ഗെയിൻ AV is equal to HFE into RL divided by HIE. അപ്പോൾ ഇവിടെ HFE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് കറണ്ട് ഗെയിനാണ്, അതായത് ബീറ്റയാണ്. RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഇനി HIE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓർ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ, വിത്തൗട്ട് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ വിത്തൗട്ട് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിൽ നമ്മൾ വോൾട്ടേജ് ഗെയിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, RL/RE എന്നാണ് വരിക, RL/RE. അപ്പോൾ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ ആണെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പാരാമീറ്റേഴ്സ് തരും, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ വിത്തൗട്ട് ബൈപ്പാസ് കപ്പാസിറ്റർ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ RL തന്നിട്ടുണ്ട് 100K ആണ്, RE തന്നിട്ടുണ്ട് 10K ആണ്. ഇവിടെ കെയും ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഗെയിൻ എത്ര കിട്ടുക, 10 ആണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. One of the applications of a transformer is for option A impedance matching, option B frequency shifting, option C power amplification, option D energy storage. നമ്മൾ ട്രാൻസ്ഫോമർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ട്രാൻസ്ഫോമർ ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് ഇമ്പിഡൻസ് മാച്ച് ചെയ്യുക, അതിൻ്റെ ഫോർമുലകൾ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത്, ഇമ്പിഡൻസ് മാച്ചിങ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി ഫ്രീക്വൻസി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട്. ആംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല, സ്റ്റോറേജും പോസിബിൾ അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഇമ്പിഡൻസ് മാച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ. An amplifier using operational amplifier is shown below. The value of Vout by Vin is, where RF is equal to 10 kilo ohm and Rin is equal to 1 kilo ohm. Option A 10, option B 11, option C -10, option D none of these. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ ആണ് ഇത് ഏത് ആംപ്ലിഫയർ ആണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, Vout is equal to -RF by Rin in. അപ്പോൾ ഇവിടുന്ന് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, Vout by Vin ആണ്. അപ്പോൾ Vout by Vin is equal to എന്താ വരിക, -RF by Rin. അപ്പോൾ -RF ഇവിടെ തന്നിട്ടുണ്ട് 10K ആണ്, 10K ഡിവൈഡ് ബൈ Rin എന്ന് പറഞ്ഞാൽ 1K ആണ് അല്ലേ. അപ്പോൾ കെയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് -10 ആണ് ആൻസർ ഇടുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. The SFR address of B register in 8051 is option A 80H, option B F0H, option C E0H, option D D0H. നമ്മൾ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് 8051. അപ്പോൾ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ അക്യുമുലേറ്റർ ആണെങ്കിൽ E0H ആണ്, ബി രജിസ്റ്റർ ആണെങ്കിൽ F0H ആണ്, പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആണെങ്കിൽ D0H ആണ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സ് പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബി രജിസ്റ്ററിൻ്റെ ആണ്. ബി രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, F0H ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. IC 7476 ഈസ് ഓപ്ഷൻ എ ഡീകോഡർ, ഓപ്ഷൻ ബി ഷിഫ്റ്റ് രജിസ്റ്റർ, ഓപ്ഷൻ സി JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഓപ്ഷൻ ഡി D ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇവിടെ IC നമ്പേഴ്സ് ഓർത്ത് വെക്കുക. IC 7474 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. IC 7476 എന്ന് പറഞ്ഞാൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. IC 7490 എന്ന് പറഞ്ഞാൽ ഡെക്കേഡ് കൗണ്ടർ ആണ്. IC 7491 എന്ന് പറഞ്ഞാൽ 8-bit ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. ഇത് സിസോ ആണ്, സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. ഇനി IC 74LS138 എന്ന് പറഞ്ഞാൽ 3 to 8 ഡീകോഡർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് IC 7476 ആണ്. 7476 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ which has both voltage and current gain is option A common emitter, option B common base, option C common collector. നമ്മുടെ ക്ലാസ്സിൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സിൻ്റെ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ CE ആംപ്ലിഫയറിൻ്റെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിനും കറണ്ട് ഗെയിനും എടുത്താൽ രണ്ടും ഹൈ ആണ്. അതായത് 2 ഗെയിനും ഉണ്ട്, 2 ഗെയിനും ഹൈ ആണ്. ഇനി കോമൺ ബേസിൽ വരുന്ന സമയത്ത് CB ആംപ്ലിഫയറിൽ വരുമ്പോൾ വോൾട്ടേജ് ഗെയിൻ ഹൈ ആണ്, പക്ഷേ കറണ്ട് ഗെയിൻ എങ്ങനെയാണ്, കറണ്ട് ഗെയിൻ ലോ ആണ്. അപ്പോൾ ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ലെസ്-ദാൻ-1 ആണ്. ലെസ്-ദാൻ-1 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഗെയിനായിട്ട് പറയാൻ പറ്റില്ല, അത് അറ്റ്യൂനേഷൻ ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഗെയിൻ ആർക്കില്ല, കോമൺ ബേസിനില്ല.
ഇനി കോമൺ കളക്ടറിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കറണ്ട് ഗെയിൻ ഹൈ ആണ്, പക്ഷേ വോൾട്ടേജ് ഗെയിൻ എടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ നിയർലി ഈക്വൽ ടു 1 അല്ലെങ്കിൽ ലെസ് ദാൻ 1 എന്ന് പറയാം. നിയർലി ഈക്വൽ ടു 1 അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണ്. അതായത് വോൾട്ടേജ് ഗെയിൻ ലോ ആണ്, അതായത് വോൾട്ടേജ് ഗെയിൻ ഇല്ല എന്ന് പറയാം. ഇവിടെ ഇല്ല എന്താണ് കറണ്ട് ഗെയിൻ. അപ്പോൾ ഇവിടെ ബോത്ത് വോൾട്ടേജ് ഗെയിൻ ആൻഡ് കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഗെയിനും ഉള്ളത് ആർക്കാണ്? സി ആംപ്ലിഫയറിനാണ്. ഇത് ഉള്ള രണ്ട് ഗെയിനും എന്താണ്? ഹൈ വാല്യൂസും ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, കോമൺ എമിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഇൻസ്ട്രക്ഷൻ മൂവ് A, at RI, the register RI may be option A, any register from R0 to R7, option B, registers R0 and R1 only, option C, register R0 only, option D, none of the above. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് മൂവ് A, at R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 ആൻഡ് R1. ഓൺലി രജിസ്റ്റർ R0 ആൻഡ് R1 ആർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ മൂവ് A, at RI എന്ന് പറഞ്ഞാൽ ഇവിടെ RI എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് R0 ആവാം അല്ലെങ്കിൽ R1 ആവാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ്, രജിസ്റ്റേഴ്സ് R0 ആൻഡ് R1 ഓൺലി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, എ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ BJT ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. നമ്മൾ ട്രാൻസിസ്റ്ററിൽ BJTയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടു എമിറ്റർ കറണ്ട് ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈ അഡ്ജസ്റ്റിംഗ് ദി ബേസ് കറണ്ട്. ബേസിലെ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കളക്ടർ ടു എമിറ്റർ കറണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുക ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം ബൈ അഡ്ജസ്റ്റിംഗ് ഇൻപുട്ട് കറണ്ട്. അതായത് നമ്മൾ പറയും കറണ്ട് കറണ്ട് ഡിവൈസ് ആണ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT എന്ന് പറഞ്ഞാൽ. BJT ഈസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ്. ഇത് നമ്മൾ ഷോർട്ടായിട്ട് കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് എന്നുള്ളത് നമുക്കിവിടെ ഇങ്ങനെയും പറയാം, കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. കാരണം നമുക്ക് ഈ IC എന്ന് പറഞ്ഞ കറണ്ട് അല്ലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈ അഡ്ജസ്റ്റിംഗ് ബേസ് കറണ്ട്. സോ ട്രാൻസിസ്റ്റർ ഈസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ഓർ കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following IC is general purpose opto coupler? Option A, IC NE566, option B 4N35, option C NE565, option D NE555. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് IC 555 എന്ന് പറഞ്ഞാൽ 555 ടൈമർ IC ആണ്. IC 565 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PLL ആണ്, ഫേസ് ലോക്ക്ഡ് ലൂപ്പാണ്. IC 566 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCO ആണ്, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. ഇനി IC 4N35 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റോ കപ്ലർ ആണ്, ഒപ്റ്റോ കപ്ലർ. അപ്പോൾ അതിൻ്റെ പിൻ ഔട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി IC 4N35 മാത്രമല്ല 4N36 ഒപ്റ്റോ കപ്ലർ ആണ്, 4N25 ഒപ്റ്റോ കപ്ലർ ആണ്, 4N28 ഇതൊക്കെ എന്താണ്? ഒപ്റ്റോ കപ്ലറാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജനറൽ പർപ്പസ് ഒപ്റ്റോ കപ്ലറാണ്. അപ്പോൾ തന്ന ഓപ്ഷനിൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി 4N35. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ട് അറ്റ് റെസൊണൻറ്റ് ഫ്രീക്വൻസി ദ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ഈസ് ഡാഷ് ദ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. ഓപ്ഷൻ എ ഗ്രേറ്റർ ദാൻ, ഓപ്ഷൻ ബി ലെസ് ദാൻ, ഓപ്ഷൻ സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓപ്ഷൻ ഡി ഈക്വൽ ടു. ഇവിടെ സീരീസ് റെസൊണൻറ്റ് സർക്യൂട്ടാണ്. സീരീസ് സർക്യൂട്ടിൽ നമുക്കറിയാം എല്ലാ കമ്പോണൻറ്റിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ കപ്പാസിറ്ററിലുള്ള കറണ്ടും ഇൻഡക്ടറിലുള്ള കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ റെസൊണൻറ്റ് ഫ്രീക്വൻസിയിൽ അതെന്തായിരിക്കും? ആ കറണ്ട് മാക്സിമം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഈക്വൽ ടു. 21ാമത്തെ ക്വസ്റ്റ്യൻ, എ കമ്പോണൻറ്റ് വിച്ച് ഒപ്പോസ് സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഈസ്, ഓപ്ഷൻ എ കപ്പാസിറ്റർ, ഓപ്ഷൻ ബി ഇൻഡക്ടർ, ഓപ്ഷൻ സി ഡയോഡ്, ഓപ്ഷൻ ഡി റെസിസ്റ്റർ. നമുക്കറിയാം കപ്പാസിറ്റർ ഒപ്പോസ് സഡൻ ചേഞ്ചസ് ഇൻ വോൾട്ടേജ്, കപ്പാസിറ്റർ ഒപ്പോസ് സഡൻ ചേഞ്ചസ് ഇൻ വോൾട്ടേജ്. ഇനി കറണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇൻഡക്ടർ ആണ്, ഇൻഡക്ടർ ഒപ്പോസ് സഡൻ ചേഞ്ചസ് ഇൻ കറണ്ട്.
അപ്പോൾ ഇവിടെ സഡൻ ചേഞ്ചസ് ഇൻ വോൾട്ടേജ് ആണ് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ SMPS വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്ഷൻ എ ഇൻ്റഗ്രൽ കൺട്രോൾ, ഓപ്ഷൻ ബി ചോപ്പർ, ഓപ്ഷൻ സി ഫേസ് കൺട്രോൾ, ഓപ്ഷൻ ഡി ഫ്രീക്വൻസി കൺട്രോൾ. നമ്മൾ SMPS ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്നു SMPSൽ 2 സ്റ്റേജ് ഉണ്ട്, 2 പവർ സ്റ്റേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ AC to DC കൺവേർഷനാണ്, അതായത് AC to DC ഈ ഒരു കൺവേർഷനാണ്. ദെൻ അടുത്ത സ്റ്റേജിൽ DC to DC ആണ് അല്ലേ, DC to DC. അപ്പോൾ ഇതിൽ DC to DC ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവേർഷന്. ഇവിടെ AC to DC കൺവേർഷൻ എന്ന് പറഞ്ഞാൽ റെക്ടിഫിക്കേഷൻ ആണ്. ഇത് റെക്ടിഫയർ ആണ് ചെയ്യുന്നത്. ഇനി DC to DC ആണ് നമ്മൾ ചോപ്പർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ DC to DC ആണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ചോപ്പർ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, the IE register of 8051 is option A non-bit addressable register, option B bit addressable register, option C 16-bit register, option D used to set the priorities of the interrupt. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് രജിസ്റ്റേഴ്സ് ടി കോണ്, എസ് കോണ്, അതേപോലെ അക്യുമുലേറ്റർ, ബി രജിസ്റ്റർ, പോർട്ടുകൾ, IP രജിസ്റ്റർ, IE രജിസ്റ്റർ, അതായത് ഇവിടെ സ്റ്റാർ ടൈ രജിസ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ് ആണ്. നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ മാർക്ക് ചെയ്ത രജിസ്റ്റേഴ്സ് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ്, ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള IE രജിസ്റ്റർ ആണ്. IE എന്ന് പറഞ്ഞാൽ ഇൻറപ്റ്റ് എനേബിൾ ആണ്, ഇൻറപ്റ്റ് എനേബിൾ രജിസ്റ്റർ. അപ്പോൾ ഇതെന്താണ്, ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ്, IE രജിസ്റ്റർ ഈസ് എ ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് IC റെഗുലേറ്റർ 7812 ഈസ് ഓപ്ഷൻ എ 35 വോൾട്ട്, 6 വോൾട്ട്, ഓപ്ഷൻ ബി 30 വോൾട്ട്, -6 വോൾട്ട്, ഓപ്ഷൻ സി -35 വോൾട്ട്, -12 വോൾട്ട്, ഓപ്ഷൻ ഡി 35 വോൾട്ട്, 12 വോൾട്ട്. റെഗുലേറ്റർ ICകൾ 78 ഫാമിലിയിലുള്ള റെഗുലേറ്റർ ICകൾ, അതേപോലെ 79 ഫാമിലിയിൽ വരുന്ന റെഗുലേറ്റർ ICകൾ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ചും ഔട്ട്പുട്ട് വോൾട്ടേജും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 7812 ആണ്. അപ്പോൾ 78 ഫാമിലി എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവാണ് വരിക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 7812 എന്ന് പറയുമ്പോൾ 7812 എന്ന് പറയുമ്പോൾ 12 വോൾട്ടാണ്. ഇൻപുട്ട് വോൾട്ടേജ് 14 വോൾട്ട് ടു 35 വോൾട്ടാണ്. ഇവിടെ മാക്സിമം എന്ന് പറഞ്ഞാൽ 35 വോൾട്ടാണ്. അപ്പോൾ 35 ആണ് ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമം വാല്യൂ വരിക, ഔട്ട്പുട്ട് വോൾട്ടേജ് 12 വോൾട്ടാണ്. അപ്പോൾ 7812 എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 35 വോൾട്ട്, 12 വോൾട്ട്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആക്റ്റീവ് കമ്പോണൻറ്റ്? ഓപ്ഷൻ എ റെസിസ്റ്റർ, ഓപ്ഷൻ ബി ട്രാൻസിസ്റ്റർ, ഓപ്ഷൻ സി ഇൻഡക്ടർ, ഓപ്ഷൻ ഡി കപ്പാസിറ്റർ. നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു സംഭവമാണ് ആക്റ്റീവ് കമ്പോണൻസും പാസീവ് കമ്പോണൻസും. അവിടെ തന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ റെസിസ്റ്റർ പാസീവ് കമ്പോണൻ്റ് ആണ്, ഓപ്ഷൻ സി ഇൻഡക്ടർ പാസീവ് കമ്പോണൻ്റ് ആണ്, ഓപ്ഷൻ ഡി കപ്പാസിറ്റർ പാസീവ് കമ്പോണൻ്റ് ആണ്. ദെൻ ആക്റ്റീവ് കമ്പോണൻ്റ് ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ട്രാൻസിസ്റ്റർ ഈസ് ആൻ ആക്റ്റീവ് കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വേർഷൻ കോഡ് എയിലെ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.